ശരി, നമുക്കിതിലേക്ക് കടക്കാം. ജീവന്റെ ചുവന്ന നദി എന്ന് വിളിക്കാവുന്ന നമ്മുടെ രക്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വിശദീകരണം. നമ്മുടെ ശരീരത്തിനുള്ളിലെ തിരക്കേറിയതും എന്നാൽ അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു സൂക്ഷ്മ സാമ്രാജ്യത്തിലേക്കുള്ള രസകരമായ ഒരു കഥായാത്രയാണിത്. രക്തത്തെക്കുറിച്ച് വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിന് ഒരേ സമയം ഒരു ദ്രാവകമായും അതോടൊപ്പം ജീവനുള്ള ഒരു ടിഷ്യൂവായും പ്രവർത്തിക്കാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദ്രാവക ഹൈവേയിലൂടെ ഒഴുകി നടക്കുന്ന ജീവനുള്ള കുറച്ചു കഥാപാത്രങ്ങൾ, അതായത് ഒരു നദിയിലെ വെള്ളവും അതിലൂടെ ഒഴുകി നടക്കുന്ന ജീവജാലങ്ങളും പോലെ. നമ്മുടെ ഈ ചുവന്ന നദി എത്ര കൃത്യമായാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത് എന്നറിയാമോ? ഇതിലെ 55% പ്ലാസ്മ എന്ന ദ്രാവകമാണ്. ബാക്കി 45%മോ ഈ ദ്രാവകത്തിലൂടെ എപ്പോഴും ഓടി നടക്കുന്ന രക്തകോശങ്ങളും. വെള്ളവും അതിലെ യാത്രക്കാരും തമ്മിലുള്ള എന്ത് മനോഹരമായ ഒരു സന്തുലിതാവസ്ഥയാണിത്, അല്ലേ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിലൂടെ ഹൃദയത്തിന്റെ പമ്പിംഗ് കാരണം തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് 5 മുതൽ 6 ലിറ്റർ വരെ രക്തമാണ്. ശരിക്കും അത്ഭുതം തോന്നുന്നില്ലേ? നമ്മുടെ ശരീരത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന വിശ്രമമില്ലാത്ത ഒരു വലിയ ഗതാഗത സംവിധാനമാണിത്. ഇനി ഈ നദിയിലെ പ്രധാന പാതയായ പ്ലാസ്മയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇളം മഞ്ഞ നിറമുള്ള ഈ ദ്രാവക ഹൈവേയിൽ 90%വും വെള്ളം തന്നെയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 3 പ്രോട്ടീനുകൾ ഉണ്ട്. സാമ്രാജ്യത്തിലെ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ആൽബുമിൻ, ആന്റിബോഡികൾ ഉണ്ടാക്കി സംരക്ഷണം നൽകുന്ന ഗ്ലോബുലിൻ, പിന്നെ എമർജൻസി സമയത്ത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജൻ. ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് തന്നെ പറയാം. ഭാഗം 1. മീറ്റ് ദി സെല്ലുലാർ ക്രൂ. നമ്മുടെ കഥയിലെ പ്രധാന കോശങ്ങളെ പരിചയപ്പെടാം. ഇപ്പോൾ ഇതിലേറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കണക്കാണ്. 5000:1. അതായത് 5000 ചുവന്ന രക്താണുക്കൾക്ക് വെറും ഒരു ശ്വേതരക്താണു മാത്രമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വ്യത്യാസം തന്നെയാണിത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വ്യത്യാസം? ഇവിടെ നമുക്ക് 2 കഥാപാത്രങ്ങളെ കാണാം. ഒരു വശത്ത് മർമ്മമില്ലാത്ത 120 ദിവസം മാത്രം ആയുസ്സുള്ള ചുവന്ന രക്താണുക്കൾ. ഹീമോഗ്ലോബിൻ വഴി ശരീരമാസകലം ഓക്സിജൻ എത്തിക്കുന്ന തിരക്കേറിയ ഡെലിവറി ജോലിക്കാരാണിവർ. അവർക്ക് വിശ്രമമില്ല. മറുവശത്തോ വലുപ്പമുള്ള നമ്മുടെ സാമ്രാജ്യത്തിന്റെ സ്വന്തം കാവൽക്കാർ, ശ്വേതരക്താണുക്കൾ. വെറും 10 മുതൽ 15 ദിവസം വരെ മാത്രം ആയുസ്സുള്ള ഇവർ ആന്റിബോഡികളുണ്ടാക്കി ശത്രുക്കളിൽ നിന്ന് നമ്മെ വീരോചിതമായി സംരക്ഷിക്കുന്നു. അപ്പോൾ ഒരു സംശയം വരാം. 120 ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഈ ഡെലിവറി ജോലിക്കാർ എവിടേക്കാണ് പോകുന്നത്? അവർ സ്പ്ലീൻ അഥവാ പ്ലീഹ എന്ന അവയവത്തിലേക്ക് പോകുന്നു. വളരെ ആദരവോടെ അവർ അവിടെ വെച്ച് റിട്ടയർ ചെയ്യുന്നു എന്ന് പറയാം. പഴയ കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്ന ഈ അവയവത്തെ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നും മനുഷ്യശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നുമാണ് വിളിക്കുന്നത്. ഭാഗം 2. ദി എമർജൻസി റിപ്പയർ ടീം. അടിയന്തര രക്ഷാപ്രവർത്തകർ. പെട്ടെന്ന് നമ്മുടെ ഈ സൂക്ഷ്മ സാമ്രാജ്യത്തിൽ ഒരു എമർജൻസി ഉണ്ടാകുന്നു എന്ന് കരുതുക. ഒരു മുറിവുണ്ടായാൽ ഉടൻ തന്നെ അവിടേക്ക് നമ്മുടെ അടിയന്തര രക്ഷാപ്രവർത്തകർ പാഞ്ഞെത്തും. അവരാണ് പ്ലേറ്റ്ലെറ്റുകൾ. 4 മുതൽ 7 ദിവസം വരെ മാത്രം ആയുസ്സുള്ള അതിവിദഗ്ധരായ റിപ്പയർ ടീമാണിവർ. കാൽസ്യം എന്ന ധാതുവിന്റെ കൂടെ ചേർന്ന് ഇവർ ഉടനടി അറ്റകുറ്റപ്പണികൾ തുടങ്ങും. പക്ഷേ രക്തം കട്ടപിടിക്കുക എന്നത് അത്ര സിമ്പിളായ പരിപാടിയൊന്നുമല്ല കേട്ടോ. ഇതിന് പിന്നിൽ 13 ക്ലോട്ടിംഗ് ഘടകങ്ങൾ ഉൾപ്പെടുന്ന വളരെ കോംപ്ലക്സായൊരു സിസ്റ്റമുണ്ട്. ഒരു വലിയ നാടകത്തിലെ അഭിനേതാക്കളെപ്പോലെ ഇതിലെ ഓരോ പ്രോട്ടീനും അവരുടേതായ കൃത്യമായ റോളുകൾ അവിടെ ചെയ്തു തീർക്കുന്നുണ്ട്. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നതെന്തെന്നാൽ ഒരു മുറിവുണ്ടാകുമ്പോൾ ഈ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. ശരീരത്തിന് പുറത്തോ അകത്തോ ഡാമേജ് ഉണ്ടാകുമ്പോൾ ഇൻട്രിൻസിക് എന്നും എക്സ്ട്രിൻസിക് എന്നുമുള്ള 2 വഴിയിലൂടെ ഈ അലാറം വർക്ക് ചെയ്യാൻ തുടങ്ങും. ഒടുവിൽ അവ രണ്ടും ഒന്നായി ചേർന്ന് നമ്മുടെ ജീവന്റെ നദിയിലെ ചോർച്ച തടയും. പ്രകൃതിയുടെ ഒരു മാജിക് തന്നെയാണിത്. 3 മുതൽ 8 മിനിറ്റ് വരെ നീളുന്ന ഈ അത്ഭുത പ്രക്രിയ പ്രധാനമായും 3 സ്റ്റെപ്പുകളായാണ് നടക്കുന്നത്. ആദ്യം പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഉണ്ടാകുന്നു. രണ്ടാമതായി അത് പ്രോത്രോംബിനെ സജീവമായ ത്രോംബിനാക്കി മാറ്റുന്നു. അവസാന സ്റ്റെപ്പിൽ ഈ ത്രോംബിൻ അതിവേഗം ഫൈബ്രിനോജനെ ഫൈബ്രിൻ എന്നൊരു ഉറപ്പുള്ള വലയാക്കി മാറ്റും. ഈ വലയിൽ രക്തകോശങ്ങൾ വന്നു കുടുങ്ങി ഒരു കട്ടിയുള്ള ക്ലോട്ട് രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ വലിയ അപകടം ഒഴിവാകും. ഭാഗം 3. ഫാക്ഷൻസ് ഓഫ് ദി റിവർ. നദിയിലെ വിവിധ വിഭാഗങ്ങൾ. അപ്പോൾ ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രക്തഗ്രൂപ്പ് തീരുമാനിക്കുന്നത് അതിലുള്ള ആന്റിജനുകളും ആന്റിബോഡികളുമാണ് എന്നതാണ്. 1900-ൽ കാൾ ലാൻഡ്സ്റ്റൈനറാണിത് കണ്ടെത്തിയത്. എ ബി ഒ എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളാണുള്ളത്. ഒ ഗ്രൂപ്പുകാർക്ക് ആർക്ക് വേണമെങ്കിലും രക്തം കൊടുക്കാം. അതുകൊണ്ട് അവരെ സാർവത്രിക ദാതാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ എ ബി ഗ്രൂപ്പുകാർക്ക് ആരുടെ രക്തം വേണമെങ്കിലും സ്വീകരിക്കാം. ആർക്ക് ആരുടെ രക്തം നൽകാമെന്ന് തീരുമാനിക്കുന്നത് ഈ സവിശേഷതകളാണ്.
ഇതിനു പുറമെ നമ്മുടെ രക്തകോശങ്ങൾക്ക് മറ്റൊരു ഐഡന്റിറ്റി കൂടിയുണ്ട്. അതാണ് RH ഫാക്ടർ. ഒരു രസകരമായ കാര്യം പറയട്ടെ, റീസസ് എന്ന ഇനം കുരങ്ങുകളിൽ ആദ്യമായി കണ്ടെത്തിയതുകൊണ്ടാണ് നിങ്ങളുടെ രക്തഗ്രൂപ്പിനൊപ്പമുള്ള ഈ പോസിറ്റീവ് നെഗറ്റീവ് ചിഹ്നങ്ങൾക്ക് ആ പേര് തന്നെ കിട്ടിയത്. ഗർഭകാലത്ത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള രക്തവും മാച്ചാകാതിരിക്കാൻ വരെ ചിലപ്പോൾ ഈ ഘടകം കാരണമാകാറുണ്ട്. ഈ നദിയിലെ രഹസ്യങ്ങൾ അവിടെയൊന്നും തീരുന്നില്ല കേട്ടോ. നിങ്ങളെപ്പോഴെങ്കിലും ബോംബെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? 1952 ഡോക്ടർ YM ഭെൻഡെ കണ്ടെത്തിയ വളരെ അപൂർവമായ ഒരു രക്തഗ്രൂപ്പാണിത്. നമ്മുടെ ഈ ചുവന്ന നദിയിൽ ഇപ്പോഴും ഇതുപോലെയുള്ള എത്രയോ അത്ഭുതങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഭാഗം 4. വെൻ ദി റിവർ ഫോൾട്ടേഴ്സ്. നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ. നമ്മുടെ ഈ അത്ഭുത സാമ്രാജ്യത്തിന്റെ ബാലൻസ് വളരെ സൂക്ഷ്മമാണ്. അതിന് ചെറിയൊരു കോട്ടം തട്ടിയാൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകും. നമ്മുടെ ഡെലിവറി ജോലിക്കാരായ ചുവന്ന രക്താണുക്കൾ പരാജയപ്പെടുകയോ കുറയുകയോ ചെയ്യുമ്പോഴാണ് അനീമിയ ഉണ്ടാകുന്നത്. എന്നാൽ കാവൽക്കാരായ ശ്വേതരക്താണുക്കൾ വല്ലാതെ പെരുകിപ്പോയാൽ അത് ലുക്കീമിയ അഥവാ രക്താർബുദത്തിലേക്ക് നയിക്കും. ഇനി റിപ്പയർ ടീമിന് പണിമുടക്ക് വന്ന് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ വന്നാലോ, അതിനെയാണ് ഹീമോഫീലിയ അഥവാ രാജകീയ രോഗമെന്ന് വിളിക്കുന്നത്. അതുപോലെ രക്തക്കുഴലുകൾക്കുള്ളിൽ തന്നെ അനാവശ്യമായി രക്തം കട്ടപിടിക്കുന്നതാണ് ത്രോംബോസിസ്. പക്ഷേ ഈ വെല്ലുവിളികളെ നേരിടാൻ ആധുനിക ശാസ്ത്രം പുതിയ വഴികൾ തേടുന്നുണ്ട്. സ്വാഭാവിക രക്തത്തിന് പകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഹീമോപ്യോർ, പോളിഹീം തുടങ്ങിയ കൃത്രിമ രക്തം ഈ മേഖലയിലെ വളരെ വലിയ മുന്നേറ്റങ്ങളാണ്. അപ്പോൾ ഈ വിശദീകരണം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. കൃത്രിമ രക്തം പോലെയുള്ള പുതിയ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ശാസ്ത്രം നിർമ്മിച്ചെടുക്കുമ്പോൾ നമ്മെ ജീവനോടെ നിലനിർത്തുന്ന ഈ സൂക്ഷ്മ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മളിനി എന്തെല്ലാം പുതിയ അധ്യായങ്ങളാകും എഴുതിച്ചേർക്കുക? നിങ്ങളുടെ സ്വന്തം ശരീരത്തിലെ ഈ സങ്കീർണമായ ബയോളജിയെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കാനും അത്ഭുതപ്പെടാനും ഈ യാത്ര നിങ്ങളെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം.